ഹായ്, ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചി കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ കിടപ്പായിരുന്നു. അപ്പം ഞാൻ അമ്മച്ചിക്ക് വയ്യാതായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെയാണ് കിടക്കുന്നത്. അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അറിയത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അമ്മച്ചിക്ക് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പം കാരണം നേരെ ഞാൻ കിടക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലൊരു ഡോറുണ്ട്, അത് അടച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എഴുന്നേക്കാനായിട്ട് നോക്കിയപ്പോഴത്തേനും ഒരവ്യക്തമായ ഒരു രൂപം ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കൂടെ വരുന്നതായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അമ്മച്ചിയെടുത്ത് വിട്ടു ഇങ്ങനെ വരുക. അപ്പോഴത്തേനും എനിക്ക് അമ്മച്ചീനെ കൈയെടുത്ത് തൊടാനോ അല്ലെ ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ട് വാ തുറന്നിട്ടുണ്ടല്ലോ. എൻ്റെ നാക്കിനൊക്കെ ഭയങ്കരമായിട്ടൊരു കനം വെച്ചു. എനിക്ക് മിണ്ടാൻ മേല, എൻ്റെ കൈ അനങ്ങില്ല, കാലനങ്ങില്ല, ശരീരമേ ഒരു സ്റ്റില്ലായ ഒരു അവസ്ഥയിലിരിക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് ഞാൻ നോർമൽ സ്റ്റേജിലേക്ക് വന്നത്. അപ്പം ഞാനിത് അന്നേരം രാത്രിയല്ലേ, ആരോടും വിളിച്ച് പറഞ്ഞില്ല. പിന്നെ എനിക്ക് ഉറക്കവേ വന്നിട്ടില്ല. അമ്മച്ചി കിടക്കുന്നതുകൊണ്ട് നേരെ ഇങ്ങനെ ലൈറ്റ് ഇടത്തില്ലല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി മാറി 0 ബൾബായിട്ടേക്കുന്നത്, തീരെ മങ്ങി ഒരു വെട്ടവേ ഉള്ളൂ. ആ വെട്ടത്തിലാണ് ഞാനിത് കാണുന്നത്. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞ് ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പതിവില്ലാതെ അമ്മച്ചി കയറി അടുക്കളയിലോട്ട് വന്നു. നല്ലൊരു ഉന്മേഷവും നല്ലൊരു ആരോഗ്യമൊക്കെ പോകണമൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞങ്ങൾ എല്ലാവരുടെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായി ഈ ഒരു അനുഭവം. ഞാൻ എല്ലാവരും വീട്ടിലുള്ളവരോട് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ അമ്മച്ചി എന്നോട് പറയുക, എടി കൊച്ചേ, ഞാൻ ഇന്നലെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മരിച്ചുപോയ അമ്മേനെയും അച്ഛനെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അമ്മച്ചി എന്നോട് പറയാം, എടീ അച്ചാച്ചനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 26 വർഷം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു അച്ചാച്ചന്. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ അച്ഛന് ഈ ഒരു പേടിയോ ഭയമോ ഒന്നും ഉള്ളൊരു മനുഷ്യനായിരുന്നില്ല. അപ്പം പ്രത്യേകിച്ചും പട്ടാളക്കാർക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലല്ലോ. അന്നേരം ഈ മരണത്തിൻ്റെ ഒരു സമയം ഇങ്ങനെ അടുത്ത് വരും തോറും അച്ഛൻ എന്നാ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊത്തിപ്പിടിക്കും. ഉടനെ ഞങ്ങൾ ചോദിക്കും, എന്നാ അച്ഛാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, മോനെ എൻ്റെ അമ്മ എൻ്റെ അടുക്ക വന്നോ, അല്ലെ അച്ഛൻ വന്നു, അല്ലെ എൻ്റെ ചേട്ടൻ മരിച്ചു പോയത് വന്നു, അല്ലെങ്കിൽ എന്നോട് പറയും എന്തൊക്കെയോ ആരൊക്കെയോ ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് വെട്ടം കാണാനായിട്ടൊക്കെ പേടിയാന്ന് ഇങ്ങനെ പറയാമായിരുന്നു. മരിക്കുന്നതിന് ഒരു 6-7 ദിവസം മുമ്പ്. അത് കഴിഞ്ഞിട്ട് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അച്ഛന് അമ്മയോട് പറഞ്ഞു, എടേ കൊച്ചുകുട്ടി കിണ്ടി മൊന്ത നിരവിളക്കുമൊക്കെ എടുത്ത് തേച്ചൊക്കെ വെക്കാൻ പറഞ്ഞു. അവരുടെ അമ്മ ചോദിച്ചാൽ എന്തിനാ ഇപ്പം തേച്ച് വെക്കുന്നത്, ഇന്നലെ തേച്ചതല്ലേ കത്തിക്കാനെന്ന് ചോദിച്ചു. എന്നാലും നീ എടുത്ത് തേച്ച് വെച്ചോളാനൊക്കെ പറഞ്ഞു. അന്ന് രാത്രിയാണ് 11:35 ആയപ്പം അച്ചാച്ചൻ മരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിലൊക്കെ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കൊരു തീരുമാനം വയ്യാഴിയായിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഈ ഇതുപോലെ തന്നെ ഒരു കുന്തിരിക്കത്തിൻ്റെ സാമ്പ്രാണിയുടെ ഒക്കെ മണം, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ കുന്തിരിക്ക സാമ്പ്രാണിയുടെ ഒക്കെ കത്തിച്ച് വെക്കുമല്ലോ, ഇതിങ്ങനെ എനിക്കിങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു എൻ്റെ അസുഖങ്ങളൊക്കെ അങ്ങ് കുറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഒരു ആരോഗ്യത്തോടെ എനിക്കിങ്ങനെ എഴുന്നേറ്റ് വരുന്നത് പോലെ എനിക്ക് പല പ്രാവശ്യം എനിക്കിങ്ങനെ എൻ്റെ സ്വന്തം കാര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമ്മച്ചിയുടെ കാര്യത്തിലും എനിക്കിങ്ങനെ അനുഭവപ്പെട്ടത്. ഈ അദൃശ്യ രൂപ അമ്മച്ചിയുടെ അടുത്തോട്ട് വരുംതോറും റൂം നിറച്ച് കുന്തിരിക്കത്തിൻ്റെ സാമ്പ്രാണിയുടെ ഭസ്മത്തിൻ്റെ ഒക്കെ അതിഭയങ്കരമായ സ്മെല്ല് ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതുപോലെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ടാറ്റ.